ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നേക്കണത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ഒഴിച്ചുകറി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങയും തക്കാളിയും മുരിങ്ങാക്കായും ട്ടോ എടുത്തത്. അപ്പോൾ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ കുമ്പളങ്ങയും തക്കാളിയും മുരിങ്ങാക്കായും എല്ലാം ചേർത്ത് കൊടുക്കാം ട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരപ്പിനായിട്ട് ആവശ്യമുള്ള നാളികേരം ചിരകിയെടുക്കാം. അപ്പോൾ അരമുറി നാളികേരമാണ് കേട്ടോ ഞാൻ ചിരകിയെടുത്തത്. അപ്പോൾ നാളികേരമൊക്കെ ചിരകിയെടുത്ത് നമുക്ക് അരച്ചെടുക്കാം. നാളികേരത്തിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ, നാളികേരം തന്നെയാണ് അരച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയും തക്കാളിയും മുരിങ്ങാക്കായും എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില അത്രയും ചേർത്ത് നല്ലോണം വറുത്ത് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.